ഇന്നും എൻ്റെ ജലദോഷത്തിന് യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെ പോയ സൗണ്ട് എന്ന് തിരിച്ചു വരുമെന്നറിയില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഇതുപോലെ ജലദോഷമാണേ. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെറുതായിട്ട് പനിയും കൂടെ തുടങ്ങും കേട്ടോ. കൊച്ചിന് വരെ ഇവിടെ ജലദോഷമുണ്ടേ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് മാറി കിട്ടുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പോരാത്തതിന് നല്ല തണുപ്പും. അപ്പോൾ എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുമ്പീനെ പല്ല് തേപ്പിക്കുവാണ് കേട്ടോ. ഇതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക്. 1 മണിക്കൂറെങ്കിലും ഏകദേശം എടുക്കും കേട്ടോ പല്ല് തേപ്പിക്കാൻ. കാരണം അവിടെ ഇവിടെ നിൽക്കാതെ എപ്പോഴും ഓട്ടാണ്. അതിനുശേഷം പുട്ടാണ് രാവിലെ കൊടുക്കുന്നത്. അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് മുഖമൊക്കെ മാറിയത്. അതിനിടയ്ക്ക് കുറേ കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ കാപ്പിക്കുരുവൊക്കെ പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം വന്ന് അടർത്തിയിടലാണേ പണി. നമ്മുടെ ഈ ഭാഗത്തുള്ള കാപ്പിക്കുരുവൊക്കെ ഏകദേശം അച്ഛൻ ഈയിടെ പറിച്ചിട്ട് ടെറസിന്റെ മുകളിൽ ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുവാണേ. പിന്നെന്താ, നമ്മുടെ വീടിന്റെ 4 ഭാഗത്തും ഇതുപോലെ ചെടികളായതുകൊണ്ട് എല്ലാത്തിനെയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം ഉണങ്ങിയിരിക്കണുണ്ടേ. നല്ല ഒരു ലാവണ്ടർ കളറിൽ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണേ. അതിനുശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ തുണി അലക്കാൻ പോയി.